വെറും 6 മാസം കൊണ്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കേട്ട് ഒരു അംഗീകാരവും ലഭിക്കാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് വെറും ഒരു കടലാസ് കഷ്ണം മാത്രമായി പോകരുത്. PSC UGC അംഗീകാരത്തോടു കൂടി ഒരു കേന്ദ്ര ഗവൺമെന്റ് ഡിഗ്രിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. ഏറ്റവും ലളിതമായ പഠന രീതിയിലൂടെ പ്രായപരിധിയില്ലാതെ കേരളത്തിൽ എവിടെയിരുന്നും പരീക്ഷ എഴുതി BA, BCom, DBA, BSW എന്ന കോഴ്സുകളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ജോയിൻ നൗ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെമിസ്റ്റർ വൈസ് അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ്, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മളിപ്പോൾ അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ പ്രോപ്പർ ടൈമിൽ തന്നെ എല്ലാവരും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന ടൈം അനുസരിച്ച് മാത്രമേ അസൈൻമെന്റ് സബ്മിഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഏത് രൂപത്തിലാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും അത് ചെക്ക് ചെയ്യാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ആ ഒരു വീഡിയോസ് ചെക്ക് ചെയ്യാം. അതുപോലെ പറഞ്ഞ രീതിക്ക് അനുസരിച്ച് മാത്രം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം മാത്രം അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. 10 MB കൂടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 10 MB കൂടാൻ പാടില്ലാത്ത രൂപത്തിൽ വേണം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട്. അസൈൻമെന്റ് PDF രൂപത്തിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അസൈൻമെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെയിൻ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും അസൈൻമെന്റ് പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. നമുക്ക് ഫൈനൽ ഫീസ് ഇല്ലാതെ രൂപത്തിൽ എല്ലാവരും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു അസൈൻമെന്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മാർക്കിനെ ബാധിക്കുന്നതാണ്. ഈ ഒരു ഫൈനൽ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കത് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ നിൽ എന്നുള്ള രൂപത്തിൽ കാണിക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ടൈമിൽ സബ്മിറ്റ് ചെയ്യുക. മെയിൻ എക്സാം പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ടൈമിൽ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല അസൈൻമെന്റിലും അതുപോലെ തന്നെ മെയിൻ എക്സാമിലും നിങ്ങൾ പാസ് ആയിരിക്കണം. സെപ്പറേറ്റ് മാർക്കാണ് നമുക്ക് വരുന്നത്. ഈ ഒരു മെയിൻ എക്സാമിനും അതുപോലെ തന്നെ അസൈൻമെന്റ്സിലും സെപ്പറേറ്റ് മാർക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ടോട്ടൽ 100 മാർക്കിലാണ് നമുക്ക് എക്സാം ഉണ്ടായിരിക്കുക. ഈ ഒരു 100 മാർക്കിൽ 35 മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ് ആവത്തുള്ളൂ. അപ്പോൾ അസൈൻമെന്റ് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്